ഇതെന്നെ പറ്റി ഇങ്ങനെ മേളിൽ കയറി കിടക്കുന്നേ? ഒരിക്കലും ഇല്ലാത്തൊരു പ്രശ്നങ്ങളൊക്കെയാണല്ലോ ഇന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ചക്കരയോട്. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പിടിച്ച് കിടത്തിയാൽ പോലും കൂടെ കിടക്കലത്തെ ആളാണ്. അയ്യോ, കുഞ്ഞാല് താടി ഇരുന്ന് കണ്ണു മുഴിപ്പിച്ച് നോക്കുന്നു. നിങ്ങൾ രണ്ടും ഇങ്ങനെ കുശുമ്പന്മാരായ എന്നാ ചെയ്യും? മമ്മിയുടെ വായിലെല്ലാം പൂച്ചക്കൂടെ പോയല്ലോ. അമ്മി മരിച്ചു പോവും. ഇതെന്നെ പറ്റിയിട്ട് കുഞ്ഞിപ്പണ്ണിന് സങ്കടം? കുഞ്ഞാവേണ്ട വയറ്റില്ല? കുഞ്ഞാവയൊന്നുമില്ല. എൻ്റെ ടക്കര ഇപ്പോഴും കുഞ്ഞല്ലേ. എൻ്റെ കുഞ്ഞിപ്പന്ന ചെവിയൊക്കെ ക്ലീനല്ലേ? നല്ല കുട്ടപ്പൻ ചെവിയാണ്. എൻ്റെ കൂട്ടൻ്റെ ചെവിയൊക്കെ ഇനി ആരും മമ്മി ക്ലീൻ ചെയ്യുന്ന പോലെ ഞാൻ ഉണ്ണിക്കുട്ടന് പൈസ കൊടുത്ത് ഏൽപ്പിക്കാം. ഉണ്ണിക്കുട്ടൻ ചെയ്യുമെന്നാണ്. ഉണ്ണിക്കുട്ടൻ വട്ടനെയൊക്കെ പിടിച്ചിരുന്നതാ. മമ്മി പഞ്ഞു കൊടുക്കാം. പൈസ കൊടുത്തവൻ എല്ലാം ചെയ്യും. പൈസ അവൻ കളിപ്പിക്കുമെന്നോ? ഇപ്പോൾ കളിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അവന് സമയമില്ലായിട്ടല്ലേ. പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന് ചെയ്തോളും. പണ്ട് ഞാൻ പോയപ്പോൾ അങ്ങനെയായിരുന്നു. 2 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് മാസം 100 രൂപ തരാമെന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു എനിക്ക് മാസം 100 രൂപ പോരാ, 20 രൂപ വെച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട 100 രൂപ തരാം. അന്നേരം അവൻ പറഞ്ഞു ഇല്ല, എനിക്ക് 100 രൂപ പോരാ, 20 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കോംപ്രമൈസാക്കി പോയി. അങ്ങനെ എന്നാ മന്നപ്പളുണ്ടായിരുന്നു. എന്നെ കണ്ടു. സാരമില്ല കേട്ടോ. അമ്മി പോകുന്നൊന്നുമില്ല അങ്ങോട്ടും. അമ്മി ചുമ്മാ പഞ്ഞല്ലേ. ഞാനെന്നെ നിന്നോട് പഞ്ഞില്ലല്ലോ അങ്ങോട്ടും പോവാനാ. ഇന്ന് വന്നു വെച്ചാൽ പോയതല്ല അമ്മൂനെ. നീ മീമി കൂട്ടിയാലും അച്ചു കൂട്ടില്ല. ഞാൻ വെറുതെ പഞ്ഞാന്ന് എൻ്റെ ചക്കരനെ കൊടുക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ ചുമ്മാ പഞ്ഞാനോന്നോ? കളിപ്പിക്കാൻ പോലും അങ്ങനെയൊന്നും പറയല്ലെന്നോ? പറയല്ലോ കേട്ടോ. അല്ലെങ്കിൽ അമ്മൂന് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലേ നിങ്ങൾ രണ്ടുപേരെ. അമ്മൂന് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നോക്കണ്ട, കുഴപ്പമില്ല. അമ്മമ്മ തരും, പേടിക്കണ്ട. പിന്നെ കൂടെ കിടക്കുകയും ചെയ്യാം. അമ്മി പോകുന്നില്ല കേട്ടോ. അമ്മി ചുമ്മാ പഞ്ഞ. ശങ്കരൻ മന്നരീനോ? ശങ്കരൻ ഒന്നും മരിയില്ല എൻ്റെ പൊന്നുകുട്ടന്. ഉമ്മ